ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. പുറത്ത് നല്ല മൊരിഞ്ഞ് അകത്ത് നല്ല ജ്യൂസി സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, അതിങ്ങനെ പൂവിൻ്റെ ഇതള് പോലെ അടർത്തിയെടുത്ത് കഴിക്കുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. ഒരു യമണ്ടൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി തരാം ഞാൻ. ആ കാണിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഓപ്ഷണലാണ്, വേണേ ചേർത്താൽ മതി. പിന്നെ കാണിച്ച കബാബ് മസാല അത് ഓപ്ഷണൽ അല്ല, അത് എന്തായാലും ചേർക്കണം. അത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, എല്ലാ കടയിലും ഉണ്ട്. ഇനി ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഉലുവ, ജീരകം, കുരുമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇതിന്റെ അകമ്പടി സേവിക്കാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ പീസ് സവാള, ഒരു തണ്ട് കറിവേപ്പില, എല്ലാം കൂടി മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ ഇതാ നല്ല തക്കുടുമുണ്ടൻ ചിക്കൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി വെക്കുക. ഇനി പുരട്ടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളോട് ചേർക്കണം. ഒന്ന് ഉപ്പാണ്, അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീര്, അതില്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. തൈരിനേക്കാൾ നല്ലത് വിനാഗിരിയാണ്. അപ്പോൾ അത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, കുക്കിംഗ് ടൈം കുറയും. ഒരു ഓവർനൈറ്റ് ഒക്കെ നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അടിപൊളി ചിക്കൻ ആയിരിക്കും. ഇനി നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഈ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് സ്ലോ കുക്കിംഗ് ആണ്. അപ്പോൾ ഇത് സിമ്മിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ ഇറങ്ങി വെന്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊരിഞ്ഞു തുടങ്ങും. ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി.